നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ നിർബാധം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ പോലും നമ്മൾ ഈ കഴിഞ്ഞുപോയ കേരള തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. രാഷ്ട്രീയമായി പിന്തുണ നൽകി വോട്ട് ബാങ്ക് കാട്ടി വിലപേശാനുള്ള പ്രത്യേക മിടുക്ക് ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. പ്രകടമായ സംഘടനാ സാന്നിധ്യമൊന്നുമില്ലാതെ തന്നെ ഭരണകേന്ദ്രങ്ങളിൽ അവർ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നറിയാം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാ രാജ്യങ്ങളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാക്കി ഈ ലോകത്തെ മാറ്റുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ പണിപ്പെടുന്നു. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആ ഇസ്ലാമിക രാഷ്ട്രത്തെ നിലനിർത്താൻ പണിപ്പെടുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം അവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ഈ പ്രദേശങ്ങളെയെല്ലാം ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഖിലാഫേറ്റാക്കി മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കശ്മീർ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗവുമുണ്ട്. ആ വിഭാഗം അല്ലെങ്കിൽ ആ സംഘടനയെ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പ്രത്യേക യൂണിറ്റ് ജമ്മു കാശ്മീരിൽ തുടങ്ങിയിരിക്കുന്നത്? അത് വിഘടനവാദത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്വഭാവമാണ്. കാരണം ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ജമ്മു കാശ്മീരിൽ ഒരു പ്രത്യേക യൂണിറ്റ് വരുന്നത്. ആ ജമ്മു കാശ്മീർ യൂണിറ്റിനെ കേന്ദ്ര സർക്കാർ 2019 ഫെബ്രുവരി 28 നിരോധിച്ചു. അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധം, കശ്മീരിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായിട്ടുള്ള സഹകരണം, ഭീകര ഫണ്ടിങ്, അതുപോലെ തന്നെ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ്, ഇതിലെല്ലാം വളരെ സജീവമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ജമ്മു കാശ്മീർ യൂണിറ്റ് പങ്കെടുക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നരേന്ദ്രമോദി സർക്കാർ 2019 ഫെബ്രുവരി 28 നിരോധനം ഏർപ്പെടുത്തിയത്. 5 വർഷം കഴിഞ്ഞ് 2024 ഫെബ്രുവരി 27 ഇത് ഭീകര സംഘടന തന്നെ എന്ന് അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് കൂടി ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ജമ്മു കാശ്മീരിൽ NIA ഓപ്പറേഷൻ നടക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ NIAയുടെ റെയ്ഡും പരിശോധനകളും നടക്കുന്നു. മുൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മേധാവിയായിട്ടുള്ള ഷെഹ്സൈദ ഔറംഗസീബിൻ്റെ കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ NIA സംഘം റെയ്ഡ് നടത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന കശ്മീരിൽ നിരോധിക്കപ്പെട്ട സംഘടന, ആ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി NIAക്ക് വിവരം ലഭിച്ചിരുന്നു. ചില വിദ്യാലയങ്ങളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് പോലും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA പരിശോധന ഇന്ന് ജമ്മു കശ്മീരിൽ നടക്കുന്നത്. അതേസമയം ഈ ജമ്മു കശ്മീരിലെ സംഘടന ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. അതായത് ഇന്ത്യ ഇസ്ലാമികവൽക്കരിക്കുക, ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുക, അതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് കണക്ക് കൂട്ടുക, അങ്ങനെ ചെയ്യുന്ന സംഘടനയാണ് വിഘടനവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കശ്മീർ യൂണിറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് യൂണിറ്റും ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള യൂണിറ്റും എല്ലാം ഒരേ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരേ സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ ഭരണകൂട അട്ടിമറി അന്ന് നടന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കുകയും അവിടെ ഒരു ഇടക്കാല സർക്കാരിനെ അവരോധിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ലഹള ആരംഭിക്കുകയും ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതും അവരുടെ ഭവനങ്ങളും ആരാധനാലയങ്ങളും കത്തിച്ചതും നിരവധി നൂറുകണക്കിന് ഹിന്ദു യുവതികളെ ബലാത്സംഗം ചെയ്തതുമെല്ലാം. ആ ഒരു കലാപം, ന്യൂനപക്ഷ വിരുദ്ധ കലാപം ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ സംഘടിപ്പിച്ചത്. തന്നെ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ബാങ്കിന്റെ പേരിൽ ഇടതു വലത് മുന്നണികളോട് വിലപേശിക്കൊണ്ട് രാഷ്ട്രീയമായി കേരളത്തിൽ ഇടപെടുന്നതും നമ്മൾ കാണുന്നു. കേരളത്തിൽ അവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ രഹസ്യമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് ഭാരതത്തിൽ ആക്രമണങ്ങൾ നടത്താനും ഭീകരാക്രമണ പദ്ധതികൾക്ക് സഹായം നൽകാനുമെല്ലാം ജമാഅത്തെ ഇസ്ലാമി മുൻപന്തിയിലുണ്ട്. പഹൽഗാം ഭീകരാക്രമണം നടത്താൻ വിദേശ ജിഹാദികളെ സഹായിച്ചതിന് പിന്നിലും ജമാഅത്തെ ഇസ്ലാമി സംഘടനാ പ്രവർത്തകരുണ്ട് എന്നാണ് ജമ്മു കാശ്മീർ പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ NIA റെയ്ഡ് ശക്തമായി ആരംഭിക്കുകയാണ്. നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് സൂചന.
നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സ്കൂളിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും തീവ്രവാദ നെറ്റ്വർക്ക് ഉണ്ടാക്കാനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്താനും ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു എന്നാണ് NIAക്ക് ലഭിച്ച സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധിത യൂണിറ്റ് പുനരാരംഭിക്കാനും അതിനെ സാമ്പത്തികമായി സഹായിക്കാനുമൊക്കെ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റുകൾ സഹായിച്ചിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ NIAക്കും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ദേശവ്യാപകമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മത തീവ്രവാദ സംഘടന എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും വിലക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഈ പരിശോധനകൾക്ക് ശേഷം ദേശവ്യാപകമായി ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയേക്കും.